ദൈവമേ, പി സിയുടെ ബിരിയാണി വേസ്റ്റ് ആയല്ലോ, ഇനി എന്നാ ചെയ്യുമെന്നെ. പി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണാം. നമുക്കിത് മുഴുവനായിട്ട് കാണാം. അതിനു മുൻപായി പി സി ഇന്നലെ ഒക്കെ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് ആദ്യം കേട്ടിട്ട് വരാം. കണക്കൊക്കെ എല്ലാ വിധത്തിലും കൂട്ടി എല്ലാ കണക്കും നോക്കിയിട്ട് അരിച്ചിട്ടും മറിച്ചിട്ടും കൂട്ടിച്ച് പറയുന്നു വലിയ മാർജിൻ ജയിക്കാൻ കഴിയും, ഒരു സംശയമില്ല. ജയിച്ച് കഴിഞ്ഞിട്ട് ഈ 218 ബൂത്താണ് നമുക്ക്, പക്ഷേ 9 ബൂത്തിൽ നമുക്ക് കമ്മിറ്റിയില്ല ഈരാറ്റുപേട്ട. ആ 209 ബൂത്തിലുള്ള കൺവീനർമാരെയും അതിൻ്റെ ചാർജുള്ള ആളുകളെയും ഉണ്ട്. അപ്പോൾ 209 എന്ന് പറഞ്ഞാൽ 418 വരും. 418 പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ പ്രമുഖ നേതാക്കന്മാരും നിങ്ങൾ പത്രക്കാരും എല്ലാം കൂടെ ഒരുമിച്ച് വിളിച്ചൊരു ആഘോഷം വെക്കണം. അത് നല്ല ഭക്ഷണം കൊടുക്കണം. നല്ല ബിരിയാണി ഉണ്ടെങ്കിൽ ബിരിയാണി, കോഴിയിറച്ചി ഉണ്ടെങ്കിൽ കോഴിയിറച്ചി, ചോറ് ഉണ്ടെങ്കിൽ ചോറ്, അങ്ങനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബിരിയാണിയാ, കോഴിയാ, ചോറ, എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളി, ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പി സി അണ്ണൻ പറഞ്ഞത് ഇന്നലെ. കാരണം പി സി അണ്ണൻ ഉറപ്പാണ് ഇത് ജയിക്കില്ല, അതുകൊണ്ട് പോക്കറ്റിൽ നിന്ന് പൈസ പോവില്ല എന്നുള്ള കാര്യം. എന്താണല്ലേ, ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി PC ജോർജ് ചേരുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയം വേണ്ട. അതിന് ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ കടന്നു വരാം, പന്തായം വെക്കാൻ തയ്യാറാണ്. ഞാനിങ്ങനെ പന്തായം ഇതുവരെയും വെച്ചിട്ടില്ല, പക്ഷേ എല്ലാവരും പന്തായം പറയുന്നതുകൊണ്ട് 1 കോടി രൂപ വെച്ചിരിക്കുന്നു, ആർക്കും വരാം. പാലായിൽ എന്താ അവസ്ഥ? പാല 100% ഷോൺ ജയിക്കും. രണ്ടുപേരും ഒന്നിച്ച് സഭയിൽ വരുന്നൊരു ചരിത്രമാവും. അതായത് കേരള നിയമസഭയിൽ അപ്പനും മകനും വരുന്ന ആദ്യത്തെ ചരിത്രമായിരിക്കും. അങ്ങനെ ഒത്തിരി ചരിത്രം തിരുത്താനുണ്ടെന്ന് അതുകൊണ്ടാണ് വരും. ചരിത്രങ്ങൾ തിരുത്താനുണ്ട്, പക്ഷെങ്കിൽ അതിന് സാധിച്ചിട്ടില്ലല്ലോ. കാരണം മകനും അവിടെ ഏതാണ്ട് പൊട്ടിയ രീതിയിൽ തന്നെയാണ്, അപ്പനും അതുപോലെ തന്നെയാണ്. ബാക്കി കേൾക്കാം. BJP ദേശീയ സംസ്ഥാന നേതാവൊക്കെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൂടി ലക്ഷ്യമിട്ടിരുന്നു. അതിന്റെ പ്രധാനികളായി കണ്ടതൊക്കെ ഷോൺ ജോർജിനെ PC ജോർജിനെയൊക്കെയാണ്. അതെല്ലാം പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ടോ? ഈ BJPയുടെ ദേശീയ നേതൃത്വം എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സത്യസന്ധമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം വരികയാണ്. ഏറ്റവും വലിയ കക്ഷി UDF ആകാം, ഒരു 65 സീറ്റ് നിൽക്കുന്ന എൻ്റെ കണക്ക്. പിണറായിക്ക് അങ്ങനെ തീരെ മോശം വരുമെന്ന് ഞാൻ കരുതുന്നു. ഒരു 60 സീറ്റ് പിണറായിക്കും കിട്ടാം. കേട്ടില്ലേ, വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതായത് UDF എത്തും, പക്ഷേ UDF ഒരു 65 സീറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലീഡിങ്ങിൽ 100-101 സീറ്റിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF. LDF കാര്യം നോക്കിക്കഴിഞ്ഞാൽ 60 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അവിടെ കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് 36-37 ഇപ്പോൾ ലീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. അങ്ങനെ വന്നാൽ 15 സീറ്റുണ്ട് മിച്ചം. ഒരു 11 സീറ്റ് ഞങ്ങളുടേതായിരിക്കും, NDAയുടേതായിരിക്കും. അതായത് BJP BDJ സഖ്യത്തിൻ്റെതായിരിക്കും. ബാക്കി സ്വതന്ത്രന്മാരും വരാം. അങ്ങനെ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 15 BJP അല്ലെങ്കിൽ NDA MLA-മാരുണ്ടാവും, അതിൽ ഒന്ന് ഞാനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് കുറഞ്ഞ് 11 ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. 11 BJP അല്ലെങ്കിൽ NDA MLA-മാര് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, അതായത് വിജയിക്കുമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കിയാൽ 2 സ്ഥലങ്ങളിലാണ്, കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA മുന്നിലുള്ളത്, ലീഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ചാത്തന്നൂരാണ്, രണ്ടാമത് നേമത്താണ്. ഈ നേമത്ത് രാജീവ് ചന്ദ്രശേഖർജി കുറച്ചു നേരം വരെ 4000 ചില്ലറ വോട്ടുകളിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ 2000 ചില്ലറയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി എണ്ണാൻ പോകുന്ന ബൂത്തുകൾ എന്ന് പറയുന്നത് LDF-ന് ഹോൾഡുള്ള ഒരു ബൂത്തുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിലും നേമത്ത് സംഭവിക്കാം. ബാക്കി കേൾക്കാം. എന്നാൽ ഒരു തൂക്ക് ഗവൺമെൻറ് ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു സംശയം, കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനത്തും ഇന്ത്യ മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം ഒന്നാണ്. ഈ കേരളത്തിൽ മാത്രമേ ഇവന്മാർ രണ്ടായിട്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? അവർ രണ്ടും കൂടെ ഭരിക്കട്ടെന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുള്ള ഞങ്ങൾക്ക് സന്തോഷത്തോടെ പറയുന്നത് 2029 ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ കേരളം ഭരിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി. ഒപ്പം തൊട്ടടുത്ത മണ്ഡലം പാലായിൽ മകൻ ഷോൺ ജോർജ് മത്സരിക്കുന്നുണ്ട്, അവിടെയും വിജയം ഉറപ്പെന്ന് PC ജോർജ് പറയുന്നു. പാലായിൽ നിന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം. ആര് 2 സീറ്റ് തന്നെ ഇവിടെ കിട്ടോ ഇല്ല എന്നൊരു ഉറപ്പില്ലാത്ത ആൾക്കാരാണ്. പ്രതിപക്ഷത്ത് നമ്മൾ നിന്നോളാം, നിങ്ങൾ എല്ലാവരും കൂടി ഒന്നായിക്കോളും. എന്താ PC സാറേ, നമുക്ക് ആ വീഡിയോന്റെ ഫസ്റ്റ് വെച്ച വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ബാക്കി കാണാം. അതായത് PC ജോർജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ.
മൂപ്പർക്ക് മാറിപ്പോയോന്ന് അറിയില്ല. ഏത് നമ്മളാണ് ജയിച്ചതെന്ന് തോന്നുന്നു. നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. കൈയൊക്കെ കാട്ടുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ്. വാ തുറന്നാൽ വർഗീയത പറഞ്ഞ് മാത്രം വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, ആ ആളുകൾക്കുള്ള മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ പറയുന്നു അവർക്ക് വേണ്ടത് വർഗീയതയൊന്നുമല്ല, അവർക്ക് വേണ്ടത് നല്ല ഭരണമാണ്, നല്ല ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്. അതിന്റെ ആ ഒരു മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.